ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിന്തയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ഈ റീഡിംഗ് കാണുക. തീർച്ചയായും നോക്കാം നമുക്ക് ഇപ്പോൾ എന്താണ് വ്യക്തിയുടെ ഫീലിങ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നെക്സ്റ്റ് ഞാൻ പൈൽ റീഡിംഗ് ആയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിന്തകൾ നമുക്ക് നോക്കാം. നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. നമുക്ക് ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ലവ് യുവർ ഷാഡോ, പേഷ്യൻസ്, നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകൾ പ്രകാരം ഇവിടെ എനിക്ക് ഒരു കൂട്ടം ആളുകൾ അല്പം ലെസ് കോണ്ടാക്ട്, ഒരു ഡിസ്റ്റൻസ്, ഒരു അകൽച്ച വന്നിട്ടുള്ള കുറച്ച് വ്യക്തികളെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഒരു സോൾമേറ്റ് എനർജിയും ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു മനോഹരമായ പ്രണയം തന്നെ നമുക്ക് ആണെന്ന് വ്യക്തമായി കാർഡുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് തമ്മിൽ ഒരു സംസാരം, ഒരു പിണക്കം, എന്തോ സംഭവിച്ച കൂട്ടരും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ഇവിടെ എനർജി കിട്ടിയിരിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മുഷിഞ്ഞിരിക്കുന്നവരുണ്ടാകാം. ഹെൽത്തി റിലേഷനിലൂടെ തന്നെ കടന്നു പോകുന്നവരും ഉണ്ട്. ആ എനർജിയും എനിക്കിവിടെ വന്നിട്ടുണ്ട്. ബട്ട് എന്തെങ്കിലും തമ്മിൽ പറഞ്ഞ് തെറ്റിയവരുമുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു കൂട്ടരും കൂടി, ബോട്ടം ഓഫ് ഡെക്ക്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള, നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിനെ വളരെ കൺട്രോൾ ചെയ്യുന്ന, കാരണം അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത, ഒരുപാട് കൺട്രോൾ ചെയ്യുന്നൊരു ഫീലിംഗ് അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്കത് അവരെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരായി കുറച്ചൊക്കെ അവരെ എപ്പോഴും നമ്മളിങ്ങനെ പുറകെ നടന്ന് മേ ബി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മേ ബി നമുക്ക് അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാകാം. ഇപ്പോൾ എൻ്റെ കേസിലൊക്കെ നമ്മളെപ്പോഴും അവരിങ്ങനെ പുറകെ നടന്നിട്ട് നമ്മളുടെ പാർട്ട്ണറാകാം. മേ ബി ഇവിടെ ലവേഴ്സിൻ്റെ എനർജിയാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം പാർട്ട്ണറോട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് സ്നേഹക്കൂടുതൽ കാരണം ഇറിറ്റേറ്റ് ചെയ്യും, പുറകെ ഇങ്ങനെ. ബട്ട് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഓവറായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് ഓവറായിട്ട് അവരെ ഇങ്ങനെ ഒരു ഇറിറ്റേറ്റ് ചെയ്യരുത് എന്നാണ്. കാരണം അവരാണ്. അവരുടേതായ കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ, അവരുടേതായ കുറേ കാര്യങ്ങൾ, ഫ്രണ്ട്സ് അല്ല അവരുടേതായ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് അവരെ കുറച്ച് സപ്പോർട്ടീവായിട്ട് അവരെ അവരുടേതിലേക്ക് വിടുക. കാരണം ഇവിടെ പലർക്കും ആ ഒരു കൺട്രോളിങ് ഒരു രീതി ഉള്ളതായി കാണുന്നുണ്ട്. കൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന പ്രണയിതാക്കൾ. അപ്പം പുരുഷനോ സ്ത്രീയോ രണ്ട് കൂട്ടരിൽ ആരുമാകാം, സ്ത്രീകളോ പുരുഷന്മാരോ. മേ ബി നമ്മൾക്ക് സ്നേഹക്കൂടുതലുകൊണ്ട് അങ്ങോട്ട് ചില കാര്യങ്ങൾ നമ്മൾ അവരോടെല്ലാം വേണ്ട എന്നൊക്കെ ഒബ്ജെക്ഷൻസ് പറയാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, അത് ചെയ്യണ്ട, അങ്ങനെ പാടില്ല എന്നാണ് ഫസ്റ്റ് ഒരു എനർജി എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ഷമ വയ്ക്കുക. കാരണം നിങ്ങൾ പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞാണോ ഒരു പിണക്കം, വഴക്ക് ഉണ്ടായത്, അതിങ്ങനെ ആ വ്യക്തിയും മേ ബി നിങ്ങളും അത് മനസ്സിലിട്ട് നല്ലോണം അത് മനസ്സിലിട്ടിങ്ങനെ മുറിവിലിട്ടിളക്കുന്ന പോലെ അങ്ങനെ ഒന്ന് വീണ്ടും 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 ആലോചിച്ച് കൂട്ടുന്നതായി കാണുന്നുണ്ട്. അത് കുറച്ചൊന്ന് രണ്ടുപേരും ക്ഷമ കൊടുക്കുക.
കാരണം നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴുള്ള ഈ വിഷയം അല്ലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊന്ന് സെറ്റിൽ ഡൗൺ, ഒന്ന് ഓക്കെ ആകാൻ ടൈം കൊടുക്കുക എന്ന് ഒരു നിർദ്ദേശം കൂടി നമുക്ക് കാർഡുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ തോട്ട്സ് വളരെ വളരെ പവർഫുള്ളാണ് കുട്ടികളെ. നിങ്ങൾ ആര് തന്നെ ആയാലും, ഇത് കാണുന്നവർ ആര് തന്നെ ആയാലും, ബി പോസിറ്റീവ്. എനിക്ക് അതാണ് എപ്പോഴും പറയാനുള്ളത്. ഫുൾ ടൈം നമ്മളിങ്ങനെ നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടരുത്. എപ്പോഴും പാസ്റ്റിൽ നടന്ന ഇഷ്യൂസ്, വഴക്ക്, പിണക്കം അല്ലെ എന്തെങ്കിലും നിങ്ങൾക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളെ പാസ്റ്റിൽ തന്നെ വിട്ട് കളയുക. അത് പാസ്റ്റ് കഴിഞ്ഞു. ആ വഴക്കിനെ പിന്നെ എപ്പോഴും അത് ഓർത്തിട്ട് അങ്ങനെ ചില കൂട്ടർ ഇവിടെ ഉണ്ടെന്നാണ്. അതായത് കഴിഞ്ഞ കാര്യം, കഴിഞ്ഞ നെഗറ്റീവ് വഴക്ക് പ്രശ്നം അത് വീണ്ടും വീണ്ടും ഇട്ടിട്ട് അപ്പം നമ്മൾ നെഗറ്റീവ് ചിന്തിക്കും തോറും നമ്മളിലേക്ക് നെഗറ്റീവ് അട്രാക്റ്റ് ആവും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഉള്ള കൂട്ടരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ബി പോസിറ്റീവ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. തീർച്ചയായും പോസിറ്റീവായി തിങ്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് തീർച്ചയായും സാഹചര്യങ്ങളൊക്കെ പോസിറ്റീവായി വരും. ഓക്കെ, നോക്കൂ, നമുക്ക് ഫൈനൽ ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഏറ്റവും മനോഹരമായ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ആ മനോഹരമായ കാര്യങ്ങൾ നിങ്ങളിൽ അട്രാക്റ്റ് ആകും. യു ഹാവ് ബീൻ മാനിഫെസ്റ്റിംഗ് ദിസ് റിലേഷൻഷിപ്പ്. എവറിത്തിങ് യു വാണ്ട് വിൽ സൂൺ ബി യുവേഴ്സ്. നിങ്ങൾ ഇതിൽ മനോഹരമായി നിങ്ങൾ ആ ബന്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച്, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന മനോഹരമായ കാര്യങ്ങൾ നിങ്ങളുടേതാകും എന്നൊരു കൺഫർമേഷൻ. ഈ പോസിറ്റീവ് എനർജി എല്ലാവരും ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തോടെ അങ്ങനെ തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കേ, പിന്നെ എനിക്ക് ഒരു ബോട്ടം ഓഫ് ഡെക്ക് ഞാൻ പിന്നെ പറയാം, ലാസ്റ്റ് പറയാം എന്ന് പറഞ്ഞു വെച്ച ഒരു കാര്യം കൂടി. ഞാൻ ഇത്രയും കേസ് പറഞ്ഞെങ്കിലും മേ ബി ഇവിടെ ഒരു ലെറ്റിംഗ് ഗോ, മേ ബി അത് നമുക്കൊരു നല്ല പോയിൻ്റ് ഓഫ് വ്യൂവിൽ എടുക്കാം. പഴയ കാര്യങ്ങൾ, പഴയ പിണക്കങ്ങൾ, പഴയ വർത്തമാനങ്ങൾ, പഴയ ആർഗ്യുമെൻറ്റ്സ്, ഇതൊന്നും മനസ്സിൽ വയ്ക്കാതെ വിട്ട് കളയുക. ലെറ്റിംഗ് ഗോ, അതിനെയൊക്കെ മനസ്സിൽ നിന്ന് കളയുക. പഴയ കാര്യങ്ങൾ, ദേഷ്യം, വെറുപ്പ്, ഇതുപോലുള്ള വികാരങ്ങളെ കൊണ്ട് നടക്കാതിരിക്കുക. നമുക്കതിനെ ഒരു ഗുഡ് പോയിന്റിലെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെ വിട്ടുകളയാം. ലെറ്റിംഗ് ഗോ, അതിനെ വിട്ടേക്കുക. ഓക്കെ, കാരണം നമ്മൾ എന്തിനാണ് എപ്പോഴും നെഗറ്റീവായിട്ട്, ഇവിടെ തന്നെ കാർഡുകൾ പറയുന്നുണ്ട് നമ്മൾ ബി പോസിറ്റീവ്. അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുക, നെഗറ്റീവ് ചിന്തകളെ എടുക്കാതിരിക്കുക, പോസിറ്റീവായി മുന്നോട്ട് പോവുക. നമുക്കിതിനെ പോസിറ്റീവായി തന്നെ കാണാം ഈ ലെറ്റിംഗ് ഗോയെ. കാരണം ഇവിടെ വളരെയധികം സോൾമേറ്റ് പോലത്തെ നല്ല എനർജിയിലുള്ള പ്രണയബന്ധങ്ങൾ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളോടെ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ. സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ. ഓക്കെ, താങ്ക് യു.